നമസ്കാരം. മാധ്യമവേട്ടയിൽ തകർന്ന ജീവിതങ്ങൾ, തേർവാഴ്ച നടത്തുന്ന മാധ്യമ രാജാക്കന്മാർ, കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ നിശ്ചയിച്ചിരുന്ന മാധ്യമ ആധിപത്യ കാലം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആര് ഭരിക്കണം, ആര് ജയിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം. ആര് മുഖ്യമന്ത്രിയാകണം, ആര് മന്ത്രിമാരാകണം, ആര് MLA-മാരാകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്ന മാധ്യമ ആധിപത്യ കാലം. അങ്ങനെ ഒരു മാധ്യമ ആധിപത്യ കാലം സത്യത്തിൽ കേരളത്തിൻ്റെ പഴയകാല ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ നിശ്ചയിച്ചിരുന്ന മാധ്യമ ആധിപത്യ കാലമെന്ന് പറയപ്പെടുന്ന സത്യത്തിൽ കാലഹരണപ്പെടുന്നു. അന്നത്തെ നേതാക്കളെയൊക്കെ ഉയർത്തിയും താഴ്ത്തിയും ഈ പറയുന്ന പോലെ ചരിത്രം തിരുത്തിയ മാധ്യമങ്ങളുടെ പങ്കുമൊക്കെ, അല്ലെങ്കിൽ അതിന്റെ പതനവുമൊക്കെ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പല മാധ്യമങ്ങളും, പണ്ടത്തെ പല മാധ്യമങ്ങളും, മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള പല മാധ്യമങ്ങളും, അത് മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, കേരള കൗമുദി ആകട്ടെ, ഇങ്ങനെയുള്ള പല മാധ്യമങ്ങളും കേരള രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന കാലത്ത് അവരുടെ വലകളിൽ കരുണാകരനും അന്നത്തെ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള AK ആന്റണി, ഉമ്മൻചാണ്ടിയും, EMS, നായനാരും, അച്യുതാനന്ദനും, K മുരളീധരനും, പിണറായിയും ഒക്കെ വീണുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്നും അത്തരത്തിൽ അവർ അമ്പുകൾ തൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾ. പക്ഷേ ഏൽക്കുന്നത് അവർക്ക് തന്നെയാണ് എന്ന് മാത്രം. അതായത് പണ്ടേ പോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നർത്ഥം. കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ തീരുമാനിച്ചിരുന്നത് മാധ്യമങ്ങളായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മലയാള മനോരമയാണെങ്കിലും, മാതൃഭൂമിയാണെങ്കിലും, കേരള കൗമുദി ആണെങ്കിലും, അങ്ങനെയുള്ള പത്രങ്ങളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലൂടെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആ ഒരു കാലഘട്ടവും. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ കരുണാകരനും, AK ആന്റണിയും, ഉമ്മൻചാണ്ടിയും, EMS, നായനാരും, അച്യുതാനന്ദനും, K മുരളീധരനും, പിണറായിയും ഒക്കെ അവർ വിരിച്ച വലകളിൽ വളരെ കൃത്യമായി വീണുപോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ ചോദിക്കുന്ന ഓരോരോ കൊനിഷ്ഠ ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ ലീഡറും ആന്റണിയും, നായനാരും, ഉമ്മൻചാണ്ടിയും, BS-ഉം ഒക്കെ മുതിർന്നപ്പോൾ മാധ്യമ അജണ്ടകൾ അവിടെ വിജയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് മറുപടി പറയാതെ പോയിരുന്നെങ്കിലോ, ചിലപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പോലുള്ള രീതി, അതിൽ വീണുപോകാത്ത നേതാക്കളും നന്നേ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ആ അജണ്ടകൾ വിലപ്പോകുന്നില്ല എന്നതാണ് കേരള രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാതൃഭൂമിയുടെ മുതലാളി MP വീരേന്ദ്രകുമാറിനെ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ ഒരു ഗൾഫുകാരൻ പയ്യനായിരുന്ന K മുരളീധരൻ മലർത്തിയടിച്ചപ്പോൾ അന്ന് ആരംഭിച്ച മാധ്യമവേട്ട, അതും ഈ മാതൃഭൂമിയിലൂടെ അനുഭവിച്ചറിഞ്ഞ ആളാണ് K മുരളീധരൻ എന്നുള്ള വ്യക്തി. AK ആന്റണിയെ മുക്കാലിൽ കെട്ടി അടിക്കണമെന്ന ഒരു പ്രസ്താവനയെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് വീരേന്ദ്രകുമാർ 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരനെ തോൽപ്പിച്ചു കളഞ്ഞു. മാധ്യമശക്തിയെ ഞാൻ പറയുന്നത്. അതേ വർഷങ്ങളിൽ തന്നെ K കരുണാകരന്റെ ആധിപത്യം കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കുവാൻ മനോരമയും പണമിറക്കാൻ തൃശ്ശൂരിലെ വ്യവസായി PT മാനുവൽ സൺസും ചേർന്നുകൊണ്ട് ആ പാവ മനുഷ്യനെ ചാരനാക്കി മാറ്റിയപ്പോൾ AK ആന്റണി ഒരു അക്ഷരം എതിർത്ത് പറയാതെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വിമാനമിറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് പാർട്ടിയിലെ ഉന്നത കുല ജാതിക്കാർ തോൽപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന നായനാരെ മുഖ്യമന്ത്രിയാക്കിയതും 1987 ഗൗരി അമ്മയോട് ചെയ്ത അതേ ചതി പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ മാധ്യമങ്ങൾ അക്കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞുവെങ്കിലും പലരും അതൊക്കെ മൂടിവെച്ചു എന്നുള്ളതാണ്. നായനാരുടെ അന്നത്തെ ആ ഭരണമായിരുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നശിച്ച ഭരണം എന്ന് പറയപ്പെടുന്നത്. അതിന്റെ കാരണഭൂതനായിട്ടുള്ള ആളാണ് ഇന്നിപ്പോൾ കാരണഭൂതന്റെ കാര്യങ്ങൾ നടത്തി വരുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അന്ന് നായനാർ ഭരണത്തിന് വന്ന ഗതികേടിനേക്കാൾ വലിയ ഗതികേടാണ് ഇന്നത്തെ ഈ ഭരണത്തിന് വരാനിരിക്കുന്നത് എന്ന് സത്യത്തിൽ ഒരു മാധ്യമവും ചാനലും ചർച്ച ചെയ്തിട്ടില്ല എന്നതും പ്രഹസനമാണ്. കാരണം ഇന്ന് പണത്തിന് മേലെ ഒരു ചാനലുകാരും പറക്കില്ല എന്നുള്ളതാണ്. 2001 AK ആന്റണി ഭരണത്തിൽ ഏറ്റവും അർമാദിച്ചതും മാധ്യമങ്ങളായിരുന്നു. അന്ന് ഈ TV ചാനലുകളൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് തുറന്നു കഴിഞ്ഞാൽ സിൽവസ്റ്റർ സ്റ്റാലിന്റെയും സിനിമാലയും കോമഡി സ്റ്റാറും കോമഡി ബംഗ്ലാവും ഒക്കെ നടത്തിയവർ ജീവിച്ചു പോയിരുന്നത് ഈ AK ആന്റണിയെയും ലീഡറെയും അച്ചുമാമനെയും നായനാരെയും ഉമ്മൻചാണ്ടിയെയും മുരളീധരനെയും പപ്പിക്കുട്ടിയെയും ഒക്കെ പച്ചയ്ക്ക് ഇറച്ചി തിന്നുണ്ടായിരുന്നു.
വെട്ടിനിരത്തലിലൂടെ വെറുക്കപ്പെട്ടിരുന്ന VS ജനകീയനായതും കോമഡി ഷോകളിലൂടെയാണ്. അന്നും പിണറായിയും കോടിയേരിയും ജയരാജന്മാരും ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിലും ഒരു സിനിമാലക്കാരനും കോമഡി ബംഗ്ലാവുകാരനും അവരെ കളിയാക്കി സ്ക്രിപ്റ്റ് എഴുതിയിരുന്നില്ല. അതിപ്പോ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സിനിമാലക്കാരും കോമഡി ഷോക്കാരും പണിയൊന്നുമില്ലാതെ വീട്ടിലിരിപ്പായതിനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം മാഷാ അള്ളാ ഇന്നോവകൾ അവരുടെ മനസ്സിൽ ഓടിയെത്തുമെന്ന്. അതുകൊണ്ട് അതൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. 2006 തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൊടുക്കുന്നതിന്റെ അവസാന ദിവസത്തിന് മുൻപ് VS അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിരത്തുവാൻ ബുദ്ധിമനഞ്ഞപ്പോൾ കാസർകോട്ടും മാരാരിക്കുളത്തും പന്തംകൊളുത്തി ജാഥകൾക്ക് പിന്നാലെ രാവിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ VSന്റെ ഒരു അതിയായ ചിത്രവും തലക്കെട്ടായി പുറത്തേക്ക് എന്ന് അച്ചടിച്ചു വന്നപ്പോൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നവർ ഇടപെട്ടുകൊണ്ട് VSന് മലമ്പുഴയിൽ സീറ്റ് കൊടുക്കേണ്ടി വന്ന വാർത്ത നമ്മൾ വായിച്ചതാണ്. അന്ന് ആ പത്രം ഒരു ദിവസം കൂടി കാത്തിരുന്നുവെങ്കിൽ VS അന്ന് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാകുമായിരുന്നു. മനോരമ പത്രത്തിന്റെ ആ ഇടപെടലാണ് അന്ന് അവരുടെ ആ രാഷ്ട്രീയത്തിലേക്ക് VSനെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് പറയാം. അന്ന് ഇന്ത്യ വിഷൻ എന്ന ചാനലിലെ നികേഷും കൂട്ടരും ചേർന്നുകൊണ്ട് ഐസ്ക്രീം കേസിലെ ആ അതിജീവിതയെ റോഡിലിറക്കി വിട്ടുകൊണ്ട് VSന് മുഖ്യമന്ത്രിയാക്കുവാനുള്ള ഒരു വഴിയൊരുക്കി എന്നുള്ളതാണ്. മലയാള മനോരമ ആ അബദ്ധത്തിൽ നിന്ന് VSന്റെ രക്ഷകനായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള. പിന്നീട് VSും പിണറായിയും തമ്മിലുള്ള പാമ്പും കീരി മത്സരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഒക്കെ ഇപ്പോഴത്തെ ഇതേ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പൊ ആ വഴക്കാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നാറിയ വഴക്കെന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് വഴക്കായിരുന്നില്ല, അതൊരു ചക്കളത്തി പോരായിരുന്നു. അന്നത്തെ ആ കളികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കുറെ ഈ പെയ്ഡ് മാധ്യമക്കാരുണ്ടല്ലോ. ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ പലവിധം പാരകൾ പടച്ചവിടുന്നുണ്ട്. എങ്കിലും എല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സംഭവങ്ങൾ നേരത്തെ വന്നാൽ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് UDFിലെ നേതാക്കളെ എല്ലാം മുഖ്യമന്ത്രിയാക്കി കാണിച്ചുകൊണ്ട് ചാനലുകാർ ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ പടർത്തിയിരുന്നു. 5-6 മാസങ്ങൾക്ക് മുൻപ് വരെ ജനങ്ങളിൽ ആ പരിഭ്രാന്തി കാണാമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂകളും അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അനാവശ്യ പ്രസ്താവനകളും ഒക്കെ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് UDF അണികളിലും ജനങ്ങളിലും ഒരു വിശ്വാസക്കുറവ് സംജാതമാക്കുന്ന തരത്തിലേക്കായി അത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ UDF നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ടീം UDF പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമ അജണ്ടകൾ, പ്രത്യേകിച്ച് AKG സെന്ററിലെ പെയ്ഡ് ന്യൂസ് കൊടുക്കുന്നവർക്ക് ഇനി അക്കളികൾ കളിക്കാൻ പറ്റാതെ ആയിത്തീർന്നു. അതുപോലെ ഈ പെണ്ണുകേസും അറസ്റ്റും തെളിവെടുപ്പും ഒക്കെ ആസൂത്രണം ചെയ്തിരുന്ന ഈ തിരഞ്ഞെടുപ്പിന് 1 മാസം മുൻപായിരുന്നു. പക്ഷെ അതും നേരത്തെ ഇറക്കി ചീറ്റിയപ്പോൾ അവർ പ്രതീക്ഷിക്കാതെ വെള്ളിടി കിട്ടിയതുപോലെ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് മറുപടി പറയുവാൻ വയ്യാതായി. പിന്നെയും AKG സെന്റർ മാധ്യമലോബി പോറ്റിയെ കയറ്റിയത് സോണിയാഗാന്ധി, അടൂർ പ്രകാശ് എന്നിവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു പരത്തി അത് 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഇപ്പോൾ ഇതാ കൊടിമരവും ഏതാണ്ട് വാജിവാഹനവും ഒക്കെ പഴയ ഭരണസമിതിക്കാർ കട്ടു എന്നൊക്കെ പറഞ്ഞ് പരത്തുവാൻ വല്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട് അവർ. പക്ഷെ ആരും അതിൽ കയറി കൊത്തുന്നില്ല എന്നതിൽ മാധ്യമങ്ങൾ ഏറെ മനോവിഷമത്തിലാണ്. അരവണയിലെ എലിവാൽ കൊണ്ടുവച്ചത് KC വേണുഗോപാൽ എന്നൊക്കെ പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അതും ചീറ്റിപ്പോകുന്നുണ്ട്. പുനർജനി വിഷയം ആറ്റുനോറ്റ് അതിനെ ഞെട്ടിക്കുവാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അവസാനം അതിലും സമ്പൂർണ്ണ പരാജയം ഫലമായി മാറുന്നു. എന്തായാലും ഇന്നത്തെ ഈ മാധ്യമങ്ങളും അവരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന ആളുകൾക്ക് ദൈവാധീനം തീരെയില്ല എന്ന് വേണം കരുതുവാൻ. കാരണം മിക്കവരും സ്വന്തം പിതാവിന്റെ ശാപം ഏറ്റുവാങ്ങിയവരും പിതാവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തവരും ഒക്കെ ആയതുകൊണ്ട് ഗുരുത്വം എന്നൊരു 3 അക്ഷരം തീരെയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരൊക്കെ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെല്ലാം അവരുടെ കുണ്ടിയിലേക്ക് തന്നെ തളച്ചു കയറുന്നത് കൊണ്ട് ഇന്നത്തെ മാധ്യമക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയപ്പെടുന്നത് അത് തന്നെയാണ്. കാരണം അവർ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെല്ലാം അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നു എന്നതാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ പാണ്ഡൻ നായരുടെ പല്ലിന്റെ ശൗര്യത്തെക്കുറിച്ച് പലപ്പോഴും പാടാറില്ലേ? അത് പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ മാധ്യമ വേട്ടക്കാരുടെ രീതികളൊന്നും അങ്ങോട്ട് ഏക്കുന്നില്ല, പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല. അത് പിണറായിക്കിട്ട് കൊടുത്താലും സതീശനിട്ട് കൊടുത്താലും ആർക്കാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും അത് പക്ഷെ വന്ന് പതിക്കുന്നതും ഈ തൊടുത്തുവിട്ടവർക്ക് നേരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങളോട് ഒരു അകലം പാലിക്കുവാൻ ചിലപ്പോൾ ജനങ്ങൾ തന്നെ തയ്യാറെടുക്കുന്നു. കാരണം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ചില നുണപ്രചരണങ്ങൾ അത് അവരെ തന്നെ പിന്തിരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മാധ്യമ വേട്ടയിൽ തകർന്ന് തരിപ്പണമായി പോകുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടതാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് കെ കരുണാകരനാണെങ്കിലും നമ്പിനാരായണ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കെ മുരളീധരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒക്കെ അത്തരത്തിൽ ജീവിതത്തിന്റെ പഴയ പല പന്ഥാവിലൂടെയും കടന്നുപോയവരാണ്. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ചാണെങ്കിലും വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകളിൽ സത്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട പല കാലഘട്ടവും ഉണ്ടാകുന്നുണ്ട്.
കൊടുക്കുന്ന വാർത്തകളെല്ലാം സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കേണ്ട രീതിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ പടച്ചുവിടുന്നവർ, അവരുടെ ആ തെറ്റായ വാർത്തകൾ, വ്യാജ വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് മാധ്യമങ്ങളെ എന്നും സ്നേഹിച്ചിരുന്ന പലർക്കും അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തുന്നു. ഒരു കാലഘട്ടത്തിൽ മാധ്യമ വേട്ടയായിരുന്നു ഇവിടെ, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. മാധ്യമ രാജാക്കന്മാരുടെ തേർവാഴ്ചയായിരുന്നു ഈ കേരളം എന്ന് പറയപ്പെടുന്ന. ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണം എന്നൊക്കെ ഈ മാധ്യമങ്ങൾ ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മാധ്യമ സംസ്കാരം മറ്റ് പലർക്കും വേണ്ടിയിട്ട് പെയ്ഡ് മാധ്യമ സംസ്കാരത്തിലേക്ക് പോകുന്നിടത്താണ് പലരും തകർന്നു പോകുന്നത്. അത് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന മാധ്യമ സംസ്കാരം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ കരിവാരിത്തേക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. പണം കണ്ടെത്തുന്നതിനുള്ള മാർഗമായിട്ട് മാത്രം മാധ്യമ പ്രവർത്തനത്തെ കാണുമ്പോൾ സാമൂഹ്യ സേവനവും സമൂഹത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും മറന്നു പോകുന്നു. അതാകരുത് ഒരിക്കലും മാധ്യമ പ്രവർത്തനം.